ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് ചൂരയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പം നമുക്ക് കറിയിലോട്ട് പോവാം. ഞാൻ വെക്കുന്ന വിധമാണ് ഇവിടെ പറയുന്നത്. ഒരു പിടി ചുവന്നുള്ളിയും, ഒരു 7 വെളുത്തുള്ളിയും, ഒരു കൊച്ചു കഷ്ണം ഇഞ്ചിയും, ഒരു തണ്ട് കറിവേപ്പിലയും, ഒരു തക്കാളിയും, ഒരു കുടംപുളിയും ഇതിനായ ആവശ്യമുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചുകൊണ്ട് വന്നിട്ട് ഒരു ചട്ടിയിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് അതിലേക്ക് എത്തിട്ട് ഈ ചതച്ച സാധനങ്ങൾ ഇട്ട് ഒന്ന് വഴട്ടുക. ഇച്ചിരി ഉപ്പ് ഇടാൻ മറക്കല്ലേ. ഉപ്പിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു മിക്സിയിൽ വറുത്ത് വെച്ചിരിക്കുന്ന 1.5 കരണ്ടി മുളക് പൊടിയും, ഒരു അരക്കരണ്ടി മല്ലിപ്പൊടിയും, ഒരു കൊച്ചു സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് അരച്ചുകൊണ്ട് വരണം. എന്തിനാണെന്ന് ചോദിച്ചാൽ കറി നല്ല കൊഴുത്തിരിക്കാൻ വേണ്ടിയാണേ. അപ്പോഴത്തേക്കും നമ്മൾ വരുന്ന സമയം കൊണ്ട് നമ്മൾ ഇട്ടിരുന്ന ഉള്ളിയെല്ലാം ഒന്ന് വഴണ്ടിരിക്കുക. അതിനകത്തോട്ട് ഒരു കൊച്ചു സ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു കൊച്ചു സ്പൂണിൻ്റെ 1/4 ഭാഗം ഉലുവാപ്പൊടിയും ഇട്ട് അതിനകത്തിട്ട് ഇളക്കി അതൊന്ന് മൂത്ത് വരുമ്പോൾ മിക്സിയിലിരിക്കുന്ന അരപ്പെടുത്ത് അതിനകത്തോട്ടിട്ട് അത് ഒന്ന് മൂപ്പിച്ച് എണ്ണയൊന്ന് തെളിയുന്ന സമയത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതിനെ തിളപ്പിക്കാൻ വെക്കണം. തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ചൂരയെല്ലാം പറക്കിയിട്ട് അടച്ച് വെക്കണം. വെന്ത് ഇറങ്ങാറാവുന്നതിന് കുറച്ച് മുമ്പായിട്ട് നമുക്ക് ഒരു പിഞ്ച് കായപ്പൊടിയും ഇട്ട് ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് മൂടി ഒന്നും കൂടെ വെച്ചതിന് ശേഷം അതിനെ ഒന്ന് കറക്കി എടുക്കണം. കരണ്ടി ഇടരുതേ. എന്നിട്ട് നമ്മൾ തലേന്നേ ഇത് വെച്ചിട്ട് പിറ്റേന്നെടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോഴത്തേക്കും ഉപ്പും പുളിയെല്ലാം പിടിച്ചിരിക്കും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചൂരക്കറി. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.